നമസ്കാരം. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മാഷ് എന്ന് സ്നേഹത്തോടെ സുഹൃത്തുക്കളും അണികളും വിളിക്കുന്ന സംസ്ഥാന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ M V ഗോവിന്ദ മാഷാണ് ഇന്ന് നമ്മളോടൊപ്പം NTV സ്റ്റുഡിയോയിൽ പ്രൈം ടൈമിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ത്യൻ ജനത ഒന്നാകെ നിരന്തരം ഇന്ത്യൻ ഭരണകൂടത്താൽ തന്നെ വഞ്ചിക്കപ്പെടുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിന്നിപ്പോൾ UAE ഇരിക്കുമ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്ത എന്തെന്ന് വെച്ചാൽ അത്തരം ഒരു കബളിപ്പിക്കേണ്ട കഥ തന്നെയാണ്. 2 ഇന്ത്യക്കാരെ 2 മലയാളികളെ വെടിവെച്ച് കൊന്ന 2 ഇറ്റാലിയൻ നാവികർക്ക് അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിടുന്നില്ല എന്ന് അവരുടെ ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നു. സ്ഥിരം ഉള്ളതുപോലെ തന്നെ ചില പ്രതിഷേധങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഉറപ്പ്, മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിക്കാൻ പോകുന്നു. ഇതിനൊക്കെ അപ്പുറം എന്തെങ്കിലും നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഞാൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതക്കോ അനുകൂലമായ നിലപാട് സ്വീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി കേരള ഹൈക്കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇറ്റലിയിലേക്ക് പോയപ്പോൾ അപ്പോഴേ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും ധരിച്ചത് ഇനി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. അപ്പോഴേ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ വളരെ നാടകീയമായി അവർ വളരെ കൃത്യസമയത്ത് തന്നെ അവർ ഹാജരായി മുമ്പേ എത്തി ജയിലിലേക്ക് പോകുന്ന നില വന്നു. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഏതായാലും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായിട്ടുള്ള ജാമ്യവും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കെട്ടിവെപ്പും എല്ലാം ഉണ്ടായിട്ട് ഇറ്റാലിയൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ ക്രിമിനലുകളായിട്ടുള്ള പ്രതികളും അങ്ങനെയാണെങ്കിൽ അവരെ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പറഞ്ഞ് അവർ മഹാമാന്യന്മാരായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്ക് കൊലയാളികളായിട്ടുള്ള കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാണ്. മാത്രമല്ല വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തതയുള്ളതാണ്. അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള വെടിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിർത്തിയുടെ പ്രശ്നം മാത്രമേ പിന്നെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ആ അതിർത്തി കൃത്യമായിട്ട് വെടിവെക്കാൻ പറ്റുന്ന അതിർത്തിയാണോ അല്ല വെടിവെക്കാൻ പറ്റാത്ത അതിർത്തിയാണോ, കേരള ഗവൺമെൻറ്റിന് കേസ് എടുക്കാൻ പറ്റുന്നതാണോ, കാരണം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് മരിച്ചു എന്നുള്ളതും കൊന്നതും ശരിയാണ്. ആ കൊലയാളികളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം അവർക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ചെയ്തത്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവരെ ജാമ്യത്തിൽ എടുക്കാം. ആ ജാമ്യത്തിലെടുക്കുന്നത് തന്നെ പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനാണ്, അതിൻ്റെ മേധാവിയാണ് ജാമ്യം നിൽക്കുന്നത്. ആ ജാമ്യം നിൽക്കുന്ന ആ വ്യവസ്ഥയൊക്കെ അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് സമ്മതിച്ച് പോയതാണ്. സ്വാഭാവികമായിട്ടും പോകുമ്പോൾ നേരത്തെ ശങ്കിച്ചതുപോലെ തന്നെ ഉത്കണ്ഠയുണ്ടായിരുന്നു കേരളത്തിലുള്ള ആളുകൾക്ക്. കേരളത്തിലെ പൊതുവായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇനി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു വന്നതുപോലെ ഇപ്രാവശ്യം തിരിച്ചു വരാൻ ഇടയുണ്ട് എന്നാണ് പലരും ധരിച്ചത്. പക്ഷേ കൃത്യമായിട്ട് അവർ നിലപാട് സ്വീകരിച്ചു, ഗവൺമെൻറ് ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചു. ഇങ്ങോട്ടേക്ക് അയക്കുന്ന സമീപനം ഞങ്ങളിനി സ്വീകരിക്കുന്നില്ല. അത് കേവലമായിട്ട് 2 ക്രിമിനലുകൾ മാത്രമല്ല അങ്ങനെ തീരുമാനിക്കുന്നത്, ഒരു ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇറ്റാലിയൻ ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളിപ്പോൾ അവരെ അങ്ങോട്ട് അയക്കുന്നില്ല, കേസ് വേണമെങ്കിൽ ഇവിടെ നടത്താം. ഇവിടെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രത്യേക കോടതി വേണം, കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതൊന്നും ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അപ്പോൾ സോണിയാഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UPയുടെയും ഏറ്റവും പ്രമുഖ സ്ഥാനത്തിരിക്കുമ്പോൾ ഇറ്റലിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ളൊരു നിലപാട്, ഇത് തമ്മിലുള്ള ബന്ധം എല്ലാം ആരോപിക്കുന്നതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് അക്ഷരം പറയാനുള്ള ശേഷി ഇന്ത്യ ഗവൺമെൻറ്റിനില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കേരളത്തെ ഇന്ത്യയെ അവമാനിക്കുകയാണ് ചെയ്തത്. സ്ഥാനപതിയുടെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഈ ഇന്ത്യയിലെ കോടിക്കണക്കിന് 121 കോടി ജനങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ.
ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുവെന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അവമാനിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത്. ആ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു അക്ഷരം പറയുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ സഖാവ് VS ചൂണ്ടിക്കാണിച്ചതുപോലെ മുട്ട് ഉറക്കുന്ന നിലയാണ് ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങളെ അവമാനിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇറ്റാലിയൻ ഗവൺമെൻറ് എന്നും ആ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു അക്ഷരം പ്രതിഷേധിക്കാനുള്ള നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒരു ഗൗരവമുള്ള പ്രശ്നമായിട്ടാണ് ഇന്ന് കൃത്യമായിട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും കൊല്ലത്തെയും ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഒരു ഉത്കണ്ഠയുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലേ, ഭരണാധികാരികൾ ജനങ്ങളെ വഞ്ചിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല, അവർക്ക് നമ്മളോടുള്ളതിനേക്കാൾ ഈ രാജ്യത്തോടോ ജനങ്ങളോടോ ഉള്ളതിനേക്കാൾ വിധേയത്വം മറ്റു രാജ്യങ്ങളോടാണ് എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പോകുന്നു ജനങ്ങൾക്ക്. പക്ഷേ CPM ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾക്ക് ഇതിനെ എത്ര കണ്ട് തടുത്തു നിൽക്കാനാവും? അല്ല, ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് പറയാൻ പറ്റുന്നത് പറയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇറ്റലിയിലുള്ളവരെ പിടിച്ചുകൊണ്ടുവരാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ കടമ നിർവഹിക്കേണ്ടത് അവരെ കൃത്യമായിട്ട് ജുഡീഷ്യറിയുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് സുപ്രീം കോടതി ജാമ്യത്തിലാണ് പോയത്, ജുഡീഷ്യറി കസ്റ്റഡിയിലാണ്. യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലാണ് അവരുള്ളത്. തൽക്കാലത്തേക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു. ആ പരോളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഇറങ്ങിയത് ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യതയോടുകൂടിയുള്ള അതാണല്ലോ സ്ഥാനപതി അതിൻ്റെ ജാമ്യമാകുക എന്ന് പറയുന്നത്. അതാണല്ലോ ആ ഒരു കൃത്യമായ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ലംഘനം നടത്തിയിട്ടുള്ള ഇറ്റലിയിലെ ക്രിമിനലുകളായിട്ട് 2 പേരെ അവിടെ താമസിപ്പിച്ച് ഞങ്ങളിനി ഇറ്റലിയിൽ നിന്ന് അവരെ ഇന്ത്യയിലേക്ക് അയക്കുന്നില്ല എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമത്തായിട്ടുള്ള നിലപാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല, ജുഡീഷ്യറിക്കെതിരായിട്ടുള്ളതാണ്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇതാണ് ഭരണകൂട വ്യവസ്ഥ. ആ ഭരണകൂട വ്യവസ്ഥയിലെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയാണല്ലോ വളരെ ഫലപ്രദമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് കാണുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഇത് പരസ്പര പൂരകമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. വേറിട്ട് നിൽക്കുകയാണ്, എന്നാൽ പരസ്പര പൂരകമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. അതിൽ ഈ ജുഡീഷ്യറിയുടെ കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു നിലപാടിനെ ഒരു ഗവൺമെൻറ് തന്നെ ശക്തിയായിട്ട് ലംഘിക്കുന്ന നിലപാടിലേക്കാണ് ഇറ്റാലിയൻ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഗവൺമെൻറ് നിലപാട് തെറ്റായി മുന്നോട്ട് പോകുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിലപാടിൽ അവസ്ഥയിൽ നിൽക്കുക. ജനങ്ങളെ അണിനിരത്തിയിട്ട് ഇതിനെ പ്രതിഷേധിക്കല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ സാധിക്കുക? അതാണ് പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചുമതല. ഇങ്ങനെയൊരു നിലപാടാണ് ഇറ്റാലിയൻ ഗവൺമെൻറ് എടുക്കുന്നത്. ആ ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് മുമ്പിൽ മുട്ട് മടക്കിയ സമീപനമാണ് ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഇത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതാണ്. കൊല്ലത്തെ പാവപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികൾ വെടിവെച്ച് കൊന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയുക, ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തുക. ഇതല്ലാതെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൽ വേറെ എന്താ ചെയ്യാൻ പറ്റുക? ജനങ്ങളെ അണിനിരത്തുക എന്നത് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അതിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സ്ത്രീ സുരക്ഷ മുതൽ വിലക്കയറ്റം വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ഓരോ പ്രശ്നത്തിലും പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ ജനങ്ങളെ അണിനിരത്തി പ്രശ്നം ഉന്നയിക്കുന്നു. പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടൊരു ഒരു പ്രശ്നത്തിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഒന്ന് കഴിഞ്ഞു, ഒരു ചർച്ച കഴിഞ്ഞു അടുത്തതിലേക്ക് പോകുന്നു. അതിന് ഫലം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഫലം കിട്ടുക, സൊല്യൂഷനാകുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഉയർത്തുന്ന മുദ്രാവാക്യത്തിൻ്റെയും പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ജനവിരുദ്ധമായ നിലപാടേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചൊരു ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ നിലപാടുകൾ പൂർണ്ണമായിട്ട് സ്വാംശീകരിക്കപ്പെട്ടൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഗവൺമെൻറ്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം നടത്തുമ്പോൾ ആ ഗവൺമെൻറ് സമരം നടത്തുന്നതിന് ഉയർത്തുന്ന മുദ്രാവാക്യം ഇപ്പോൾ ഈ 10, 11, 14, 13 കോടിയോളം വരുന്ന ആളുകൾ കഴിഞ്ഞ 20-21 ഫെബ്രുവരി മാസം 20-21 തീയതികളിൽ പണിമുടക്കി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്കാണ് നമ്മൾ കണ്ടത്. ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്കാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ഇതിനെന്തെങ്കിലും ഒരു ഫലം ജനങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല CPM-നെയോ ഇടതു പാർട്ടിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, ഇത് ജനങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയാണ്. എന്ത് ഗുണമാണ് ചെയ്തു കൊടുക്കാൻ സാധിക്കും? പറയാ ഇപ്പോൾ CPM-ഓ അതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല പണിമുടക്കിയത്. CPM-ൻ്റെ പിന്തുണയുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് പിന്തുണയുണ്ടായിരുന്നു. ഇടതുപക്ഷ പാർട്ടികളുടെ പരിപൂർണമായ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയല്ല പണിമുടക്കിയത്. പണിമുടക്കിയത് ഇന്ത്യയിലെ തൊഴിലാളി വർഗ്ഗമാണ്.
തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇതല്ല പറഞ്ഞത്. ഏത് സമരത്തിനും ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്, താങ്കൾ പറഞ്ഞു ജനങ്ങളെ അണിനിരത്തി ഭരണാധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന്. ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് അവർക്ക് ഗുണം കിട്ടാനാണ്, അല്ലാതെ പാർട്ടിയോടുള്ള കടപ്പാട് കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല. ഇത് അതിലൊരു പക്ഷേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കും അങ്ങനെ മാത്രം ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് മുന്നിട്ടിറങ്ങണമെങ്കിൽ നമുക്ക് അതിനുള്ള ഗുണം കിട്ടണം എന്ന് തന്നെയാണ്. അപ്പോൾ എന്ത് ഗുണം നൽകാൻ സാധിക്കുന്നു? ഈ ഒരു വിഷയത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ മാത്രമല്ല സാധിക്കുന്നുള്ളൂ ഈ സമരങ്ങളിലൂടെ. അല്ല, അതിൽ കാണേണ്ടത് ജനങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് എല്ലാ. താങ്കൾ പറഞ്ഞു ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞു. അതാണ് സാധിക്കുമെന്ന് പറഞ്ഞു. അവർ ഇറ്റാലിയൻ നാവികരെ തിരിച്ചെത്തിക്കുന്നത് വരെ സമരം ചെയ്യാൻ ഏതെങ്കിലും ഒരു പാർട്ടി തയ്യാറാകുമോ ഇന്ത്യയിൽ? അങ്ങനെ സമരം ചെയ്തതുകൊണ്ട് ഇറ്റാലിയൻ പാർട്ടി തിരിച്ചു വരും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ വിലക്കയറ്റത്തിനെതിരായിട്ട് സമരം, പിന്നെ എന്തിനു സമരം ചെയ്യുന്നു? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. വിലക്കയറ്റത്തിനെതിരായിട്ട് ജനങ്ങൾ സമരം നടത്തുന്നു. കാരണം അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അത് മാർക്സിസ്റ്റാണോ കോൺഗ്രസ്സാണോ നോക്കിയിട്ടല്ല. വിലക്കയറ്റം ഉൾപ്പെടെ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ, ഭൂമിയുടെ പ്രശ്നം ഉൾപ്പെടെ, വീട്, വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. പി ജെ കുര്യൻ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു CPM. പി ജെ കുര്യനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പി ജെ കുര്യൻ തന്നെയാണ് രാജ്യസഭ ഉപാധ്യക്ഷൻ. അംഗീകരിക്കേണ്ടി വന്നില്ല. ഉളുപ്പില്ലാതൊരു ഗവൺമെൻറ്റും ഉളുപ്പില്ലാതൊരു പാർട്ടിയായിട്ട് ഈ ഇന്ത്യയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കുകയും ശക്തിയായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യല്ലാതെ അതിനപ്പുറം വേറെ എന്താ ചെയ്യാനാവുക? ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന കാര്യം. ഇത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് എന്താ ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം ചെയ്യേണ്ടതെന്ന് ഉത്തരവാദിത്വം? ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തെറ്റാണ് എന്ന് ജനാധിപത്യപരമായ രീതിയിൽ അവരോട് പറയുക. അവരോട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനാധിപത്യ മര്യാദ അനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ പരിഗണിക്കണം. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റും അത് പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നേരെ നോക്കി കൊഞ്ഞനം കുത്തുകയും സ്ത്രീ പീഡനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്ന് രാജ്യം മുഴുവൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് നിലപാട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കും വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ പണിമുടക്കിയതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല, ശക്തിവത്തായ പ്രതിഷേധം കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, പ്രതിഷേധത്തിന് മുമ്പിലൊന്നും ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല എന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാർട്ടിയല്ല, ജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം മനസ്സിലാക്കുന്നത് മറ്റൊന്നായിരിക്കും. CPM ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്നൊരവസ്ഥയാണ് ഇന്ത്യയിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ശരിയായ രാഷ്ട്രീയ ധാരണയുണ്ട്. ആ ധാരണയാണ് നമുക്ക് പലർക്കും ഇല്ലാത്തത്. അതെന്താ പറഞ്ഞാൽ, ഒരു കാര്യത്തിന് വേണ്ടി സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, അത് അംഗീകരിച്ചില്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം വീണ്ടും വന്നു, അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തി, സമരം നടത്തി, അത് അംഗീകരിച്ചില്ല. വീണ്ടും തിരമാല വരുന്നത് പോലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ്റിന് ജനാധിപത്യപരമായ രീതിയിൽ കഴിയണം. അങ്ങനെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കില്ല എന്ന് പരസ്യമായ ഒരു സമീപനം തുടർന്ന് മുമ്പോട്ടേക്ക് പോയാൽ ആ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെ തന്നെ മാറ്റുക എന്നുള്ളതാണ് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ CPM സമരം നടത്തി, ജനങ്ങൾ പ്രക്ഷോഭം നടത്തി, ജനങ്ങൾ പണിമുടക്ക് നടത്തി, ഇങ്ങനെ ഒരു പണിമുടക്ക് നടത്തിയാലും സമരം നടത്തിയാലും പ്രക്ഷോഭം നടത്തിയാലും ഞങ്ങൾ പരിഗണിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഒരു കാര്യവും നിർവഹിക്കാൻ പോകുന്നില്ല എന്ന ധാർഷ്ട്യത്തോടുകൂടി രാഷ്ട്രീയം കൈകാര്യം ചെയ്തു വന്നാൽ, അങ്ങനെ ധാർഷ്ട്യത്തോടെ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഭരണത്തിൽ തുടർന്ന് മുമ്പോട്ടേക്ക് പോകണമല്ലോ. അങ്ങനെയല്ലേ ധാർഷ്ട്യം നിലനിർത്താൻ പറ്റുള്ളൂ. ആ ഗവൺമെൻറ്റിനെ തന്നെ താഴെ ഇറക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത് ഇന്ത്യൻ ജനത കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. CPI മാത്രമല്ലല്ലോ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 14 കോടിയോളം വരുന്ന ആളുകൾ പണിമുടക്കി എന്ന് പറയുന്നത് CPI മാത്രമല്ലല്ലോ. നേതൃത്വത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഇന്ത്യയിൽ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ശക്തിയുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് മാറ്റം വരുമെന്നുള്ളതല്ല, ഈ ഗവൺമെൻറ്റിന് നിലനിന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം രാഷ്ട്രീയ രംഗത്ത് വരുമെന്ന കാര്യത്തോട് സംശയമില്ല. ഈ ഗവൺമെൻറ്റിന് ഇതേപോലെ ജനങ്ങൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു, നിത്യോപയോഗ സാധനത്തിൻ്റെ വില വർധനവിൻ്റെ പ്രശ്നം, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ഗ്യാസിൻ്റെ വില വർധനവ്, മരുന്നിൻ്റെ വില വർധനവ്, അതുപോലെ തന്നെ എന്തിൻ്റെയും മേലെ ജനങ്ങളെ പഴിക്കുന്ന, ജനങ്ങൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഈ